നമസ്കാരം. സന്ധ്യക്ക് വിളക്ക് കൊളുത്തുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. നിലവിളക്ക് ത്രിസന്ധ്യാ നേരത്താണ് കത്തിക്കേണ്ടത്. വിളക്കിലുള്ള 5 തിരികളും കത്തിക്കുന്നത് സകലവിധ സൗഭാഗ്യത്തെയും പ്രദാനം ചെയ്യുന്നു. 4 തിരികൾ കത്തിക്കുന്നത് മൃഗസംരക്ഷണത്തിനും, 3 തിരികൾ കത്തിക്കുന്നത് കുട്ടികളുടെ സന്തോഷത്തിനും, 2 തിരികൾ കത്തിക്കുന്നത് കുടുംബ ഐക്യത്തിനും, 1 തിരി കത്തിക്കുന്നത് ഐശ്വര്യത്തിനും ഇടയാക്കുന്നു. ദിവസവും 2 തിരി വിളക്ക് കത്തിക്കുന്നതാണ് നല്ലത്. പ്രത്യേക ദിവസങ്ങളിലും പൂജകൾക്കും 5 തിരി വിളക്ക് തെളിയിക്കാം. ഒരു വശത്തേക്ക് 2 തിരികൾ ചേർന്ന് വേണം വിളക്ക് കത്തിക്കാൻ. നിലവിളക്കിൻ്റെ താഴ്ഭാഗത്ത് ബ്രഹ്മാവും തണ്ടിൽ വിഷ്ണുവും കത്തിക്കുന്ന ഭാഗത്ത് ശിവനും കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം. വിളക്കിലെ പ്രകാശം ലക്ഷ്മി ദേവിയെയും സൂചിപ്പിക്കുന്നു. നെയ്വിളക്ക് കത്തിക്കുന്നതാണ് ഉത്തമം. ഇത് സകലവിധ സൗഭാഗ്യത്തെയും പ്രദാനം ചെയ്യുന്നു. കടല എണ്ണ ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുന്നത് നന്നല്ല. കുടുംബിനികളെ നിലവിളക്കിനോടാണ് ഉപമിക്കാറ്. അതിനാലാണ് വിവാഹശേഷം നിലവിളക്ക് കത്തിച്ച് ഭർതൃഗൃഹത്തിലേക്ക് കയറുന്നത്. ഇത് അവർക്കുണ്ടായിരിക്കേണ്ട സ്നേഹം, ക്ഷമ, സമചിത്തത, സഹനശക്തി, മനോബലം എന്നിവയെ കുറിക്കുന്നു. ശിവപ്രീതി വരുത്തുവാനായി ശിവന് പിറകിൽ വിളക്ക് കത്തിക്കുന്നത് ഉത്തമമാണ്. പല ക്ഷേത്രങ്ങളിലും ശിവഭഗവാന് നമുക്ക് പിൻവിളക്ക് കത്തിക്കാവുന്നതാണ്. വിവിധ ദേവന്മാർക്ക് കത്തിക്കുന്ന വിളക്കുകളെക്കുറിച്ചാണ് പറയുന്നത്. മഹാലക്ഷ്മി ദേവിക്ക് നെയ്വിളക്ക് കത്തിക്കുന്നതാണ് ഉത്തമം. മഹാവിഷ്ണുവിന് നല്ലെണ്ണ കൊണ്ട് വിളക്ക് കത്തിക്കാവുന്നതാണ്. ഗണപതി ഭഗവാന് വെളിച്ചെണ്ണ കൊണ്ട് വിളക്ക് കത്തിക്കുന്നതാണ് ഉത്തമം. നിലവിളക്കിൽ കരിന്തിരി എരിയുന്നത് ദുഷ്കരമാണ്. ഒരിക്കലും കരിന്തിരി എരിയുവാൻ അനുവദിക്കാതെ നിലവിളക്ക് കെടുത്തേണ്ടതാണ്. വിളക്ക് വായ് കൊണ്ട് ഊതിക്കെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൈകൊണ്ട് വീശിക്കെടുത്താവുന്നതാണ്. ഈ അറിവ് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.